എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കർക്കിടക സ്പെഷ്യൽ കഞ്ഞിയും പുഴുക്കുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കഞ്ഞിക്കുള്ള വെള്ളം ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ നല്ല മഴയുള്ളുമ്പോൾ, ഇപ്പോൾ മഴയൊക്കെ വളരെ കുറവാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുമല്ലോ. അപ്പോൾ ഈ നല്ല ചൂട് കഞ്ഞിയും ഈ പുഴുക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് അമ്പലങ്ങളിൽ എന്താ പറയുക, ഇപ്പോൾ കഞ്ഞിയൊക്കെ ഉണ്ടാകില്ലേ. അപ്പോൾ നമ്മളും ഇന്ന് ഒരു കഞ്ഞി പുഴുക്കും വെക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അമ്പലത്തിൽ കിട്ടുന്ന കഞ്ഞിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ വെക്കുമ്പോഴും കഞ്ഞിക്കൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞിയായിരിക്കും കഴിക്കുന്നുണ്ടാകുക. അപ്പോൾ നമ്മളും ഒരു കഞ്ഞിയും പുഴുക്കും വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മട്ടേരി എന്താ പറയുക കഴുകി ഇട്ടിട്ടുണ്ട്. മട്ടേരിയിലാണ് നമ്മളൊന്ന് കഞ്ഞി വെക്കുന്നത്. അങ്ങനെ ഞാൻ എടുത്ത് പറയാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഈ കർക്കിടകത്തിൽ കഞ്ഞി വെക്കുക എന്ന് പറയുമ്പോൾ പച്ചേരിയിലാണ് കേട്ടോ കൂടുതലും വെച്ച് കണ്ടിരിക്കുന്നത്. പക്ഷേ പച്ചേരിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഡെയിലി കഴിക്കുമ്പോൾ നമുക്ക് വയറിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് നമ്മുടെ മട്ടേരിയിലാണ്. അരി നമ്മൾ കഴുകി ഊറ്റി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ഒരു പിടി ചെറുപയർ കേട്ടോ. ഇത് നമ്മൾ തലേ ദിവസം കുതിർക്കാനിട്ടതാണ് കേട്ടോ. ഒരു ചെറിയൊരു കൈപ്പിടി നമ്മൾ ചെറുപയർ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്, കഞ്ഞിയിലേക്ക് ചേർത്തിട്ടുണ്ട്. മട്ടേരി ആദ്യം നമ്മൾ ചേർത്തു, അതിനുശേഷം നമ്മുടെ ചെറുപയർ കൂടെ ചേർത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. എല്ലാം കുറേശ്ശെ കുറേശ്ശെ ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഹെൽത്തി ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുത്തായിരിക്കും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ കഞ്ഞിയിലെ ചെറുപയറൊക്കെ ചേർത്ത് അത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മളത് ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുഴുക്കിൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞ് കൈപ്പിടി നമ്മുടെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചെറുപയറും നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നമ്മുടെ കഞ്ഞിക്കായാലും തന്നെ പുഴുക്കിനായാലും തന്നെ. അപ്പോൾ ഞാനത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 4 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതിയാകും കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് വിസിലടിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു 4 വിസിൽ അടിച്ച് അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമ്മുടെ പുഴുക്കിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ പൂളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. എല്ലാ ഐറ്റംസും കുറേശ്ശെ കുറേശ്ശെ ചേർത്താൽ മതി. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു സാധനം തന്നെ ഓവറായിട്ട് ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു പൂളക്കിഴങ്ങുന്ന ഒരു ചെറിയൊരു കഷ്ണം മാത്രം നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ തോലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ട് ഇതൊന്ന് നമുക്ക് കൊത്തിയെടുക്കുക. അപ്പോൾ അരിഞ്ഞെടുക്കുന്നതിനെക്കാട്ടിലും നല്ല സിമ്പിളായിട്ടിരിക്കും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കുന്ന സമയത്ത്, ആദ്യമൊക്കെ ഞാൻ ഇതുപോലെ കൊത്തുന്ന സമയത്ത് പാത്രത്തിൽ വീഴാണ്ട് എല്ലാം ഇങ്ങനെ തെറിച്ച് പോകാറാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പം പിന്നെ അത് കറക്റ്റായി. അങ്ങനെ നമ്മൾ കൊള്ളിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നാരൊക്കെ നമുക്കിങ്ങനെ എടുക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റാനും കൂടെ സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് കണ്ടോ നമ്മുടെ കുക്കർ വിസിലടിച്ചതിൻ്റെ ആവിയാണ് ഈ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പൂളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് അത് മുങ്ങാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പുഴുക്കിന് ആവശ്യമായിട്ടുള്ള വേറെയും ഒരു കഷ്ണം മുറിച്ചെടുക്കാനുണ്ട്. നമ്മുടെ വാഴയ്ക്കയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വാഴയ്ക്ക തൊലിയൊന്നും കളയാണ്ട് വേണം കേട്ടോ നമ്മൾ വാഴയ്ക്ക എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാഴയ്ക്കയുടെ തൊലിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഴയ്ക്ക തൊലി കളയാണ്ട് ഏതൊരു കൂട്ടാൻ വെക്കുമ്പോഴും വാഴയ്ക്കയുടെ തൊലി കളയാണ്ട് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അതിങ്ങനെ പ്രത്യേകം പറയാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇതിൻ്റെ തൊലിയൊക്കെ ചീന്തി എടുക്കുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല നമ്മുടെ പൂളക്കിഴങ്ങ് തിളച്ച സമയത്ത് നമ്മളതിൽ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പൂളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മളിനി ബാക്കിയുള്ള കഷ്ണങ്ങൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടമുളക് ചേർക്കുന്ന സമയത്ത് ഞാനിതിൻ്റെ കുരു എല്ലാം കളഞ്ഞിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുരുവിന് നല്ല എരിവുണ്ടാവും. അത് നമ്മൾ പുഴുക്ക് വെച്ച് കഴിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ കളയാണ്ടിട്ടിട്ടുണ്ടെങ്കിൽ പുഴുക്കിൻ്റെ എല്ലാം അവിടെയും കിടക്കും. അത് കടിക്കുന്ന സമയത്ത് നല്ല എരിച്ചിലായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ
കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം അതിൻ്റെ തോട് മാത്രം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും മുഴുവനായിട്ട് തന്നെ നമ്മൾ കുരുവെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് കുറച്ചെടുത്തിട്ടാണ് നമ്മൾ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ചെറുപയർ നമ്മുടെ കയ്യിലുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസ് പാകം പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു 4 വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ കുതിർത്ത കാരണം കൊണ്ട് തന്നെ ഒരു വിസിലടിച്ചാൽ തന്നെ നമ്മുടെ ചെറുപയർ വെന്ത് വരും. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഗ്രീൻ പീസിൻ്റെ കൂടെ ചേർക്കാണ്ടിരുന്നത്. ഇനിയിപ്പോൾ ചെറുപയർ വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വാഴയ്ക്ക ചേർത്ത് കൊടുത്തു, ചെറുപയർ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു ലൈറ്റായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരുപാട് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല, ഒരു ലൈറ്റായിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ മുളക് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഉപ്പ് ചേർത്തിരിക്കുന്നത് നമ്മുടെ വാഴയ്ക്കും ചെറുപയറിനൊക്കെ വേണ്ടിയിട്ടാണ്. ഗ്രീൻ പീസിന് നമ്മൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും കുറേശ്ശെ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് ഒരുപാട് ആയി പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം ചേർത്ത് നമ്മൾ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. എന്താ പറഞ്ഞാൽ നമ്മുടെ വാഴയ്ക്കൊക്കെ അധികം വേവില്ല, അതുപോലെ തന്നെ ചെറുപയറും ഒരു വിസിൽ അടിച്ചാൽ റെഡിയാകും കേട്ടോ. അതോടെ വേവാൻ വെച്ച നേരം കൊണ്ട് തന്നെ നമ്മുടെ പൂളക്കിഴങ്ങ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. പൂളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വരണം കേട്ടോ, അപ്പോഴാണ് പുഴുക്കിന് ടേസ്റ്റ് ഉണ്ടാവുക. ചിലത് അങ്ങനെ വേവാണ്ട് കിടക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് കുറവായിരിക്കും. നല്ലപോലെ വെന്ത പൂളയാണെങ്കിൽ അത് പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു വിസിലൊക്കെ അടിച്ച് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പച്ചക്കറികളെല്ലാം വെന്തിട്ടുണ്ട്. നമ്മുടെ കടലയും ചെറുപയറും വാഴയ്ക്കും എല്ലാം തന്നെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉടഞ്ഞാലും കുഴപ്പമില്ല. അതുകൊണ്ട് എന്താ പറയുക, പുഴുക്കാകുമ്പോൾ കുറച്ച് ഉടഞ്ഞ് അങ്ങനെ കുഴഞ്ഞൊക്കെ ഇരിക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പുഴുക്കിന് ലേശം എരിവ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ സാധാരണ ഉള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ നേരത്തെ മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ആ മുളകിൻ്റെ കുരുവോടുകൂടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ പുഴുക്കിന് ആവശ്യത്തിനുള്ള എരിവുണ്ടാവും. നമ്മളത് കഴിക്കുന്ന സമയത്ത് എരിവ് കൂടണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതിൻ്റെ ഇതൊക്കെ ഒന്ന് കുരുവെല്ലാം കളഞ്ഞ് മാറ്റിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ കഴിക്കുന്ന സമയത്ത് എരിവായി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടിട്ട് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ 2 പച്ചമുളക് ഒന്ന് ഫുള്ളായിട്ട് കീറിയിട്ടും ഒന്ന് ചെറുതായിട്ട് കീറിയിട്ട് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് അധികം കുരുവൊന്നും അതിൻ്റെ പുറത്ത് വരാനില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് 2 എണ്ണം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് 2 എണ്ണം കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ പുഴുക്കിന് ലേശം എരിവില്ലെങ്കിലും ശരിയാവില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടാകുന്നത്. ഈ സമയം നമ്മൾ പച്ചമുളകിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് നമ്മുടെ പൂളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പുഴുക്കിന് ടേസ്റ്റ് കൂട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളകിൻ്റെ എരിവാണ്. ഈ പുഴുക്കിലൊക്കെ നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും കേട്ടോ. നമ്മൾ വേറെ ഏതോ കൂട്ടാൻ വെക്കുന്നതിൻ്റെ ആ ഒരു ഫീല് വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ പുഴുക്ക് വെക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ പച്ചമുളക് ചേർത്ത് വെക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇനി പച്ചമുളക് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് പച്ചമുളക് ചേർത്താൽ ഇതിവിടെ ടേസ്റ്റ് കൂടുതലാണ് ഉണ്ടാകാറുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുഴുക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ചേർത്ത് ഒന്ന് നമ്മൾ ചൂടാക്കി എടുത്തു. അതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും നമ്മുടെ ഉടങ്കൊല്ലി മുളകില്ലേ, ഉണ്ടമുളക്, ആ മുളകാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പുഴുക്കിന് ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റം. അതിൻ്റെ ഒരു പ്രത്യേക മണം, ആ ഒരു മുളകിൻ്റെ പ്രത്യേക ഒരു ഫ്ലേവർ നമ്മുടെ പുഴുക്കിന് ഒരുപാട് ടേസ്റ്റ് കൂട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞിയുടെ കാര്യങ്ങൾ നോക്കാം അല്ലേ.
അപ്പോൾ ഞാൻ കഞ്ഞി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കഞ്ഞി നോക്കുമ്പോണ്ട് നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കുമ്പോണ്ട് അതിലേക്ക് വെള്ളം കുറച്ച് കുറവാണ്. എന്താ പറയുക, നമ്മൾ ഈ കഞ്ഞി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോകണം. അപ്പോൾ വെള്ളം കുറവായി കഴിഞ്ഞാൽ അതത്ര നന്നായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ കഞ്ഞിയൊക്കെ റൈസ് കുക്കറിൽ വെക്കുകയാണെങ്കിലും ഇതുപോലെ ഒന്ന് കഴിക്കുന്ന മുമ്പ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ ഒന്നുകൂടെ സഹായിക്കും കേട്ടോ. അതവിടെ തിളച്ച് വരുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഞെരടി ഇങ്ങനെ പാല് പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് നമ്മൾ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയിൽ നിന്നുള്ള പാലും എല്ലാം പുറത്ത് വരുള്ളൂ കേട്ടോ. നല്ല പോലെ തിളച്ചതിന് ശേഷം ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കഞ്ഞി പുഴുക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരിക്കും, പക്ഷേ ഇത് ഒരു അരമണിക്കൂർ നമ്മൾ കഞ്ഞിയും പുഴുക്കൊക്കെ വെച്ച് അങ്ങനെ ഇരുന്ന് സെറ്റാകുമ്പില്ലേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ഇരിക്കുമ്പോൾ തന്നെ ഈ കഞ്ഞിയും പുഴുക്കും എല്ലാം കൂടെ നല്ല കട്ടിയായിട്ട് നല്ല ടേസ്റ്റാകും കേട്ടോ. ഇപ്പം നമ്മൾ കഞ്ഞിയും പുഴുക്കുമൊക്കെ നമ്മുടെ പാത്രത്തിലേക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം ചൂടിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാനത് മിക്സ് ചെയ്യുന്നതും കഴിക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കർക്കിടക സ്പെഷ്യൽ കഞ്ഞിയും പുഴുക്കും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്